ഗലീലിയോസ് ഓഡ് നമ്പേഴ്സ്. ഇത് നമ്മളങ്ങനെ ഗലീലിയോസ് ഓഡ് നമ്പർ എന്ന പേരിലൊരു ടോപ്പിക്കായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കാറില്ല. പക്ഷേ ഇത് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. +1 ഫിസിക്സിലെ മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലാണ് നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നൊരു ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും അവിടെയാണ് ഈ ഒരു ചോദ്യം, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗലീലിയോസ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഗലീലിയോസ് ഓഡ് നമ്പേഴ്സ് വരുന്നത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ട്രിക്ക് ഉണ്ട്. അതേപോലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഈ ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമുക്ക് തുടക്കത്തിൽ തന്നെ അതെന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആദ്യം കുറച്ച് എങ്ങനെ ഇതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഗലീലിയോസ് ഓഡ് നമ്പർ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിലായിരിക്കണം. ഇതാണ് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. അവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. നമ്മൾ മിക്കുള്ള പ്രോബ്ലംസിൽ നമ്മൾ ജിയുടെ വാല്യൂ 10 m/s അല്ലെങ്കിൽ 9.8 എടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ക്വസ്റ്റിന് കാണും കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനാണ്. അതായത് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡീൽ ചെയ്യാം. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റെഗുലർ ടൈം പീരീഡിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. റെഗുലർ ടൈം പീരീഡ് അല്ലെങ്കിൽ റെഗുലർ ടൈം ഇൻ്റർവെൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സിംപ്ലി റെഗുലർ ടൈം പീരീഡ്, ഓക്കെ, റെഗുലർ ടൈം പീരീഡിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു 2 കണ്ടീഷൻ മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി എന്താണ് ഗലീലിയോസ് ഓഡ് നമ്പർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും താഴോട്ടാണല്ലോ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ ഡ്രോ ചെയ്യുന്ന ഒരു ഇല്ലസ്ട്രേഷൻ ചെക്ക് ചെയ്യുക. ഞാൻ കുറച്ച് ബോളിങ്ങനെ, ഇത് ബോളാണേ, കുറച്ച് ബോളിങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും താഴോട്ടാണല്ലോ ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ 4 ബോൾ ഞാൻ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ് സപ്പോസ് നമ്മൾ വിചാരിക്കുക. ഓക്കെ, ആ സമയത്ത് എന്തായാലും താഴോട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ടൈം ഇൻ്റർവൽസ് ഞാൻ പറഞ്ഞ് റെഗുലർ ടൈം ഇൻ്റർവൽ ആയിരിക്കണം. ഫസ്റ്റ് ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ടൈം ഇൻ്റർവൽ T എന്ന് വിളിക്കുക. അപ്പോൾ സെക്കൻഡ് ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്തായിരിക്കും? 2T ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 2T, നെക്സ്റ്റ് എന്തായിരിക്കും? 3T ആയിരിക്കും, അടുത്തത് 4T ആയിരിക്കും. എന്താണ് ഈ റെഗുലർ ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? റെഗുലർ ടൈം ഇൻ്റർവൽ സെയിം ആയിരിക്കണം. അതായത് ഇവിടുത്തെ ടൈം ഡിഫറൻസ് നോക്കുക. 2T - T എത്രയാണ്? T ആണ് വരുന്നത്. ഇവിടുത്തെ ഡിഫറൻസും 3T - 2T എത്രയാണ്? അതും T ആണ് വരുന്നത്. 4T - 3T എത്രയാണ്? അതും T ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് സെയിം ആണ്. അത് നമുക്കാണെങ്കിൽ 2, 4, 6 ആയിട്ട് എടുക്കാം. അപ്പോൾ അതെല്ലാം ടൈം ഇൻ്റർവെൽ സെയിം ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ എന്തായാലും പാലിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പറയുകയാണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് കൂടെ ഞാൻ പറയുകയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുക ഫസ്റ്റ് ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പം താഴോട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ബോളും ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ബോളും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫോർത്ത് ബോളും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. അതായത് ഇത് ട്രാവൽ ചെയ്യുമ്പം ഒരു ഡിസ്റ്റൻസ് താഴോട്ട് വീഴുമ്പം ഒരു ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുമല്ലോ, അതിന് നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണ്. ഇനി നമ്മൾ കൈനമാറ്റിക്സ് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ് S = ut + ½ at². ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, ½ at². ഇനി ഈ ഒരു കണ്ടീഷൻ ഈ ഫോമിൽ നോക്കുക. നമുക്കറിയാം ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഈ ഒരു പോയിന്റിൽ, അതായത് ഇനീഷ്യലി തുടക്കമുള്ള സമയത്ത് അവിടെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അറിയാമല്ലോ, നമ്മൾ പ്രൊജക്ടൈൽ മോഷനൊക്കെ ഡീൽ ചെയ്യുമ്പോൾ പഠിക്കാറുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഈ ഒരു U ഇവിടെ 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ U 0 ആകുമ്പോൾ ബാക്കി ഫോമിൽ എന്ത് വരും? S = ½ at² എന്ന് വരും. ഓക്കെ, A എന്ന് പറയുന്നത് 9.8 പറഞ്ഞാൽ 10 ആയിട്ടങ്ങ് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ Aയുടെ വാല്യൂ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഫോമിൽ എങ്ങനെ മാറും? S = ഇവിടെ 10 ആവും. 10/2 എത്രയാണ്? 5 വരും. അപ്പോൾ S = 5t² എന്ന് വരും. ഈ ഒരു കണ്ടീഷനിൽ വേണ്ടി മാത്രമാണ്, ഈ ഒരു കണ്ടീഷനിൽ മാത്രം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ ഇങ്ങനെ പറയാം, S പ്രൊപ്പോർഷണൽ ടു എന്താണ്? T² ആയിരിക്കുമെന്ന്. പ്രൊപ്പോർഷണാലിറ്റി ഇതൊരു 5 ഒരു കോൺസ്റ്റൻ്റ് ആണ്, എന്നാലും S പ്രൊപ്പോർഷണൽ ടു T² നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ഓക്കെ, എന്തിനാണ് ഇത് പറയാൻ കാര്യം? ഇവിടെ എന്തായാലും നമുക്കറിയാം ടൈം ഇൻ്റർവെൽ 1 സെക്കൻഡ് ആകുമ്പോൾ എന്തായിരിക്കും? S എന്ന് പറയുന്നത് S തന്നെ ആയിരിക്കും. അതായത് ഒരു മാറ്റമൊന്നുമില്ല.
ടൈം ഇൻ്റർവെൽ 2 സെക്കൻഡ്സ് ആകുമ്പോൾ, അതായത് 2t ആവുന്ന സമയത്ത് എസ് എന്തായിട്ട് മാറും? എസ് എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം. ഇവിടെ 2t ഇട്ട് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ടിയുടെ സ്ഥാനത്ത് 2t ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം സ്ക്വയർ അല്ലേ, അപ്പോൾ 4 ആവത്തില്ലേ? അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തോ 4 ആവും. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മനസ്സിലായോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ 2t ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം പുതിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എസ് ഡാഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്കറിയാം എസ് പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ ആണ്. അപ്പോൾ എസ് ഡാഷ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നു 2t ആണ്. അപ്പോൾ 2t ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ടിക്ക് മാത്രമാണ് 2t എന്ന് കൊടുത്തത്. ഫൈൻ. അപ്പോൾ അടുത്തത് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുമ്പം എസ് ഡാഷ് പ്രൊപ്പോർഷണൽ ടു 2tയുടെ സ്ക്വയർ, അപ്പോൾ 4t സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത് നമുക്കറിയാമല്ലോ ഓൾറെഡി. എസ് പ്രൊപ്പോർഷണൽ ടി സ്ക്വയർ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തേ. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഞാൻ ഇങ്ങോട്ട് ഇടാം. ഓക്കെ, എസ് ബൈ എസ് ഡാഷ് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണായിട്ട് പോകുമല്ലോ. ടി സ്ക്വയർ ഡിവൈഡ് ബൈ 4t സ്ക്വയർ. ഇവിടെ ഞാൻ ഈ ടി ഞാൻ ക്യാപിറ്റൽ ടി ആക്കി എഴുതുകയാണ്. ഇവിടെ ഞാൻ സ്മോൾ ടി എന്ന് എഴുതിയത് ക്യാപിറ്റൽ ടി ആക്കി എഴുതിയാണ്. ഓക്കെ, അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കിവിടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് ടി സ്ക്വയർ ബൈ ടി സ്ക്വയർ രണ്ടും കട്ടായിട്ട് എസ് ബൈ എസ് ഡാഷ് എന്ന് പറയുന്നത് 1/4 എന്നും എസ് ഡാഷ് എന്ന് പറയുന്നത് 4s എന്നും മനസ്സിലാവും. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും? 4 ടൈംസ് ആവുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എക്സ് ആയിരുന്ന സമയത്ത് ഈ 2t ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും? 4x ആവും. 4 ടൈംസ് ആവുമെന്നല്ലേ ഇവിടെ ഞാൻ പ്രൂവ് ചെയ്തത്. എസ് ആയിരുന്നെങ്കിൽ 4 ടൈംസ് ആവും. സോ ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ ഇത് 4x ആവും. അപ്പോൾ അടുത്ത 3 ആകുമ്പോൾ എന്തുമായിരിക്കും? 9x ആയിരിക്കും. 4 ആകുമ്പോൾ എന്തുമായിരിക്കും? 16x ആയിരിക്കും. സ്ക്വയർ ആയിട്ട് ആലോചിച്ചാൽ മതി. ഇനി എന്താണ് ഗലീലിയോസ് ഓഡ് നമ്പർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് നോക്കുക. അതായത് ഇപ്പം ഇങ്ങനെ പോലെ അങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനോട് നോക്കി കഴിഞ്ഞാൽ ആലോചിക്കുക. ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവെല്ലുകളിൽ ശ്രദ്ധിച്ചേക്കുമോ, ടൈം ഇൻ്റർവെല്ലുകളിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്നാണ് ഗലീലിയോസ് ഓഡ് നമ്പർ പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ നമുക്കൊന്ന് ഡീൽ ചെയ്യാം എങ്ങനെയാണ്. അപ്പോൾ ആലോചിക്കുക, ഈ 4x എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മുതൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ മുതൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 4x എന്ന് പറയുന്നത്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 4x എന്ന് പറയുന്നത്. ടൈം ഇൻ്റർവെല്ലാണ് കാര്യം. മോഷൻ ഇങ്ങോട്ടാണ്, അപ്പോൾ ഇങ്ങോട്ടാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് സമയം ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കുന്ന സമയമാണ്. അതായത് t മുതൽ 2t വരെ എടുക്കുന്ന സമയത്താണ് 4x ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, t മുതൽ 2t വരെ. ഓക്കെ, ഇത് കംപ്ലീറ്റ് തുടക്കം മുതൽ ഒടുക്കം വരെയാണ് 4x. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് മാത്രം എത്ര ആയിരിക്കും? 4x - x എത്ര ആണ്? 3x ആണല്ലോ. ഫൈൻ. ഇവിടെ ഇടയ്ക്കുള്ള ഭാഗമാണ് പറയുന്നത്. ടോട്ടലാണ് 4x, അപ്പോൾ ഇടയ്ക്ക് 3x ആയിരിക്കും. അതേപോലെ ഇവിടെ നോക്കുക, 2t മുതൽ 3t വരെ ആ ഇൻ്റർവെല്ലിൽ ട്രാവൽ ഡിസ്റ്റൻസ് എത്രയാണ്? അതറിയണമെങ്കിൽ 9 - 4x എത്ര ആണ്? 3 കഴിഞ്ഞാൽ പിന്നെന്താണ്? 5 ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് 5x ആണ്. അടുത്ത 6 ആണ്. 16 - 9 എത്ര ആണ്? 7 ആണ്. 7x ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ വെറും x ആണ്. അപ്പോൾ 1x ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, ഈ ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. 1 3 5 7 1 3 5 7 9 അങ്ങനെ ആ ഒരു ഓർഡറിൽ എന്ത് വേരി ചെയ്യുന്നുണ്ട്? അവിടുത്തെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വേരി ചെയ്യുന്നത്. 1x 3x 5x 7x അങ്ങനെ ആ ഒരു പാറ്റേണിൽ വേരി ചെയ്യും. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, റെഗുലർ ടൈം പീരീഡ് ആണെങ്കിൽ മാത്രം. ഇത് 1t 2t 3t തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. ഇത് 2 4 6 8 അങ്ങനെ റെഗുലർ ഗ്യാപ്പ് വരുന്ന ഏതൊരു പാറ്റേണിൽ ഓഫ് ടൈം ഇൻ്റർവെല്ലും ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് സിംപ്ലി ഗലീലിയോസ് ഓഡ് നമ്പർ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് നീറ്റിൻ്റെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് റീഡ് ചെയ്യുക. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് ഓക്കെ ഫോൾ അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫ്രം എ ടാപ്പ്. ഒരു ടാപ്പിൽ നിന്ന് ഒരു വാട്ടർ ഡ്രോപ്പ് 5 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. ഓക്കെ, ദ തേർഡ് ഡ്രോപ്പ് ഈസ് ലീവിങ് അറ്റ് ദ ടാപ്പ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് വെൻ ദ ഫസ്റ്റ് ഡ്രോപ്പ് ടച്ചസ് ദ ഗ്രൗണ്ട്. ഹൗ ഫാർ ദ ഗ്രൗണ്ട് ഈസ് സെക്കൻഡ് ഡ്രോപ്പ് ഇൻസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഡീൽ ചെയ്യാം. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഇതെങ്ങനെയാണ് ഇത് ഗലീലിയോസ് ഓഡ് നമ്പറാണ് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഈ നമ്മൾ ഒരു പാറ്റേൺ ഉണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബോൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റൊരു ഗലീലിയോസ് ഓഡ് നമ്പർ ഇതാണ്. എങ്ങനെയാണ് അത് നോക്കുക. ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ട്, അത് ഫോളോ അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, കണ്ടീഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു 5 മീറ്റർ അബോവ് ദ ഗ്രൗണ്ട്. ഓക്കെ, തേർഡ് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ടാപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു ടാപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ടാപ്പ് വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുവാണേ.
കേട്ടോ. ടാപ്പ് ഇവിടെ ഉണ്ട്. ടാപ്പിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് താഴോട്ട് വീഴുവാണല്ലോ. അപ്പോൾ എന്തായാലും ടോട്ടൽ ഡിസ്റ്റൻസ് ഡ്രോപ്ലെറ്റ് ട്രാവൽ ചെയ്ത് എത്രയാണ്? 5 മീറ്റർ നമുക്ക് അറിയാം. ഓക്കെ, ടോട്ടൽ 5 മീറ്റർ ഡ്രോപ്ലെറ്റ്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത് ദ തേർഡ് ഡ്രോപ്പ് ഈസ് ലീവിങ് ദ ടാപ്പ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് വെൻ ദ ഫസ്റ്റ് ഡ്രോപ്പ് ടച്ചസ് ദ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടുത്തെ ഡ്രോപ്പിന് ഇവിടെ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതാണ് തേർഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡ്രോപ്പ് അല്ലേ? ഫസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് താഴെ എത്തുമല്ലോ. ഒരു ടാപ്പ് തുറക്കുമ്പോൾ നമ്മൾ അവർ ആലോചിക്കുക, ആദ്യമേ ഫസ്റ്റ് ഡ്രോപ്പാണ് എപ്പോഴും താഴെ എത്തുന്നത്, എന്നെങ്കിൽ ഈ ഒരു ഫ്ലോ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് താഴെ എത്തിക്കഴിഞ്ഞു, അതിനെ ഞാൻ D1 എന്ന് വിളിച്ചു. ഓക്കെ, തേർഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈസ് ലീവിങ് ദ ടാപ്പ്. ടാപ്പിൽ നിന്ന് ജസ്റ്റ് ലീവ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ D3, തേർഡ് ഡ്രോപ്പിനെ D3 എന്ന് വിളിച്ചു, ജസ്റ്റ് ലീവ് ചെയ്തുള്ളൂ ടാപ്പിൽ നിന്ന്. അപ്പോൾ D3 എന്ന് വിളിച്ചല്ലോ. ഓക്കെ, ആ ഫസ്റ്റ് ഡ്രോപ്പ് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് തേർഡ് ഡ്രോപ്പ് ടാപ്പിൽ നിന്ന് ലീവ് ചെയ്യുന്നത്. ഹൗ ഫോർ ഫ്രം ദ ഗ്രൗണ്ട് ഈസ് ദ സെക്കൻഡ് ഡ്രോപ്പ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒരു സെക്കൻഡ് ഡ്രോപ്പ് കാണും നമുക്കറിയാം. അതായത് തേർഡ് ഡ്രോപ്പ് വരണമെങ്കിൽ സെക്കൻഡ് ഡ്രോപ്പ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കോമൺ സെൻസ് ആണ്. അപ്പോൾ D2 എന്ന് നമുക്ക് വിളിക്കാം സെക്കൻഡ് ഡ്രോപ്പിന്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെക്കൻഡ് ഡ്രോപ്പ് എത്ര ദൂരെയാണ് ഗ്രൗണ്ടിൽ നിന്ന്, അല്ലേ? ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് സെക്കൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന്, ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മേളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ്? ഇത് ഗലീലിയോസ് ഓഡ് നമ്പറാണ്, നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി. കാര്യം ക്വസ്റ്റ്യൻ്റെ ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കണ്ടീഷൻസ് വായിച്ചപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം എന്തായാലും ഇത് റെഗുലർ ടൈം ഇൻ്റർവെല്ലാണ് നടക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ റെഗുലർ ടൈം ഇൻ്റർവെൽ നമുക്ക് തന്നെ ഒരു ടൈം ഇൻ്റർവെൽ കൊടുക്കാം. 2, 4, 6, 8 കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 1, 2, 3, 4 കൊടുത്ത കണക്ക് ഇത് ടൈം ഇൻ്റർവെൽ ഞാൻ എന്താണ് ഇവിടെ T. ഓക്കെ, ഇവിടെ T ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2T ആയിരിക്കും. ഇത് കൊളേഡായി 2T ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവെൽ T ഇറ്റ്സെൽഫ് ആയിരിക്കുമല്ലോ. ഇവിടുത്തെ ഗ്യാപ്പ് നോക്കുക, 2T - T എത്രയാണ്? T ആണ്. ഇവിടെ 3T വന്നാൽ 3T - 2T എത്രയാണ്? T തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്തായാലും റെഗുലർ ഇൻ്റർവെൽ തന്നെയാണ്. ഫൈൻ, നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ ടോട്ടൽ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ നമുക്കറിയാം. ഓക്കെ, ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ ടോട്ടൽ ഉണ്ടാകുന്ന ടൈം ഇവിടുത്തെ മൾട്ടിപ്പിൾ, അതായത് ഇവിടെ ഇപ്പം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങോട്ട് നോക്കുക, ഇവിടെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർവെല്ലിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇൻ്റർവെല്ലിന് ഇടയ്ക്ക് ഇവിടെ ആണ് 2T ഉണ്ട്, T ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഓൾഡ് മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇവിടെ X ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും? 3X ആയിരുന്നു. ഇടയ്ക്ക് ട്രാവൽ ചെയ്ത ദൂരമാണ് ഓൾഡ് മൾട്ടിപ്പിൾ, മൊത്തം അല്ല, ഇടയ്ക്ക്. അപ്പം ഈ ഇടയ്ക്ക് ട്രാവൽ ഡിസ്റ്റൻസ് ഇവിടെ X ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും 3X ആയിരിക്കുമല്ലോ. കാര്യം ഗലീലിയോസ് ഓഡ് നമ്പർ അതാണല്ലോ പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ആഡ് ഇതാണ്. അപ്പം നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയാണ്? 5 മീറ്റർ എന്നറിയാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? X + 3X. അപ്പോൾ X + 3X എത്രയാണ്? 4X ആണ്. 4X ആണ് എന്തെന്ന് പറയുന്നത് 5 മീറ്റർ നമുക്കറിയാം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൊത്തം കൂടെ. അവിടെ X കണ്ടുപിടിക്കുമ്പോൾ X = 5/4 എന്ന് കിട്ടും. 5/4 ഇപ്പോൾ ആൻസറിൽ എന്തായാലും ഡെസിമൽ ആയിട്ട് 5/4 എന്ന് പറഞ്ഞാൽ എന്തായാലും 1.25 മീറ്റർ ആണ്. പക്ഷേ എന്നും പറഞ്ഞ് ചാടി കയറി ഓപ്ഷൻ A കൊടുക്കരുത്. കാര്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? എത്ര ദൂരത്താണ് സെക്കൻഡ് ഡ്രോപ്പ് ഫ്രം ഗ്രൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരത്തിൽ അകലെയാണ്? നമുക്കറിയാം സെക്കൻഡ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് 3X ഡിസ്റ്റൻസ് അകലെയാണ് എന്ന് നമുക്കിവിടെ വരച്ച് തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടോ, വരച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ X നമുക്ക് 1.25 ആണെങ്കിൽ 3X എത്ര ആയിരിക്കും? ഇപ്പോൾ 3 × 1.25 അല്ലേ 3X എന്ന് പറയുന്നത്. ആൻസർ എന്ന് വെച്ചാൽ എത്രയാണ്? ഓക്കെ 3.75. അപ്പം 3.75 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ C ആയിരിക്കും ആൻസറിന് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സ്മോൾ ടോയ് സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം പൊസിഷൻ ഓഫ് റെസ്റ്റ് അണ്ടർ എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ പറയുന്നുണ്ട്. കണ്ടീഷൻ നമ്പർ 1 ആയിട്ടുണ്ട്. If it travels a distance of 10 meter in T seconds, the distance traveled by the toy in the next T seconds. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം കണ്ടീഷൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ സോൾവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ T സെക്കൻഡ്സിൽ എന്താണ് 10 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തെങ്കിൽ അടുത്ത T സെക്കൻഡ്സിൽ എത്ര ആണ്? അപ്പോൾ ഇത് കൺസെപ്റ്റ് നല്ല അറിയാവുന്ന നമുക്ക് നേരിട്ട് ഇപ്പോൾ ആൻസർ പറയാം. ആൻസർ എന്തായിരിക്കും? 30 മീറ്റേഴ്സ് ആയിരിക്കും. അതായത് ഫസ്റ്റ് T സെക്കൻഡ്സിൽ 10 മീറ്റർ ആണെങ്കിൽ അടുത്ത T സെക്കൻഡ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇൻ്റർവെല്ലിന് ഇടയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ആയിരിക്കും. ഫസ്റ്റ് T സെക്കൻഡ്സിൽ 10 മീറ്റർ ആണെങ്കിൽ അടുത്ത T സെക്കൻഡ്സിൽ 30 ആയിരിക്കും. 10 × 3 ഫസ്റ്റ് 1357 ആണ് ഓർഡർ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് മനസ്സിലായവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. ഫൈൻ, അപ്പോൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്താണ്? ഒരു സ്മോൾ ടോയ് കാറുണ്ട്, അത് മൂവിങ് ഫ്രം പൊസിഷൻ ഓഫ് റെസ്റ്റ് അണ്ടർ എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. ഓക്കെ, ഒരു കാറുണ്ട്. കാറൊന്നും എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന്
എന്താണ് ഒരു ഡോട്ടായിട്ട് അസ്യൂം ചെയ്യുക. ഫിസിക്സിൽ നമ്മളങ്ങനല്ല പറയുന്നത്. ഓരോ കാര്യത്തിൽ നമ്മൾ ചെറിയ ഡോട്ടായിട്ടൊക്കെ അസ്യൂം ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിവിടെ പറയുകയാണ് അങ്ങനെ. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meters in t seconds. അപ്പോൾ ഇവിടെ എന്തായാലും ഈ കാർ ഇങ്ങനെ അനങ്ങി പോവാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവൽ t seconds ആണ് വിചാരിക്കുക. ഇത് 10 meter ഞാൻ ട്രാവൽ ചെയ്തു എവിടെ t secondsൽ. അപ്പോൾ ഇവിടേക്കുള്ള ടൈം ഇൻ്റർവൽ t seconds ആണ്. ക്യാപിറ്റൽ ടി അല്ലേ? ക്യാപിറ്റൽ ടി ആണ്, അല്ല സ്മോൾ ടി ആണ്. ഓക്കെ, സ്മോൾ t secondsൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അങ്ങനെ ആണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ടോ ഇൻ ദ നെക്സ്റ്റ് t seconds. അടുത്ത t seconds എന്ന് പറയുമ്പോൾ എന്തായാലും ഇത്രയും ദൂരം തന്നെ കവർ ചെയ്യുമെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം അവിടെ 10 meter എന്ന് പറഞ്ഞ വേറൊരു ആൻസറും കിടപ്പുണ്ട്. അങ്ങനല്ല, അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു t seconds എന്തായാലും 10 meter ട്രാവൽ ചെയ്തു, അപ്പോൾ അടുത്ത t secondsൽ എന്തായാലും പിന്നെയും 10 meterലേ ട്രാവൽ ചെയ്യത്തുള്ളൂ. അല്ല, ഇവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ ആലോചിക്കുക. ഇവിടെ t seconds തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ട്രാവൽ ഡിസ്റ്റൻസ് x ആയിരുന്നെങ്കിൽ, സപ്പോസ് x ആയിരുന്നെങ്കിൽ അടുത്ത സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ ട്രാവൽ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 3x ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 10 meters ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3x അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 30 meters ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ടോയിൻ നെക്സ്റ്റ് t seconds. ഓക്കെ, അടുത്ത t second എന്ന് വെച്ചാൽ ഇവിടുത്തെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്താണ്? 30 meters ആണ്. ആ സമയം ടോട്ടൽ ഡിസ്റ്റൻസ് ചോദിച്ചിരുന്നെങ്കിലോ ഒരിക്കലും 30 meterൽ ആൻസർ വരുന്നത് 30 + 10, അതായത് 40 meters. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ടോട്ടൽ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ മാത്രം. പക്ഷേ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, 30 meters ആണ്. കാര്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കുക. അടുത്ത t seconds മാത്രമുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് 30 meter എന്ന് എഴുതാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരെ കൺസെപ്റ്റിൽ നിന്ന് തന്നെ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡീൽ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സ്റ്റോൺ ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഞാൻ പറഞ്ഞായിരുന്നു മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തായാലും നമുക്ക് ഒരു കേസ് ഗലീലിയോസ് ഓഡ് നമ്പർ ആണ്. ഒരു കേസ് മാത്രമാണ്, പല രീതിയിൽ ചോദ്യങ്ങളുണ്ട്. ചോദ്യം മൊത്തം വായിക്കുക. ഇറ്റ് കവേഴ്സ് ഡിസ്റ്റൻസ് ഓക്കെ h1 h2 h3 ഓക്കെ ഇൻ ഫസ്റ്റ് 5 seconds, നെക്സ്റ്റ് 5 seconds, നെക്സ്റ്റ് 5 seconds. അപ്പോൾ എന്തായാലും ടൈം ഇൻ്റർവെല്ല് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ റെഗുലർ ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ മനസ്സിലായി. ഇനി ദ റിലേഷൻ ബിറ്റ്വീൻ h1 h2 h3. ഓക്കെ, അതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അതായത് ട്രാവൽ ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ആൻസർ ചെയ്യാൻ ചിലപ്പം പറ്റുന്നവർ കാണും. പക്ഷേ എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളത് എഴുതി തന്നെ ചെയ്യുക. മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റോൺ ഉണ്ട്, അപ്പോൾ കല്ലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഒരു കല്ലിങ്ങനെ വരയ്ക്കുക. ഇതെന്തായാലും താഴോട്ട് വീഴുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ താഴോട്ട് പോവാണ്. ഓക്കെ, ഇറ്റ് കവേഴ്സ് ഡിസ്റ്റൻസ് h1. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രാവൽ ഡിസ്റ്റൻസ് h1 ആണ്. ഇപ്പോൾ ട്രാവൽ ഡിസ്റ്റൻസ് h1 ആണ്. അടുത്ത ട്രാവൽ ഡിസ്റ്റൻസ് h2 ആണ്. അടുത്തത് h3 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. h1 ട്രാവൽ ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്നത് 5 seconds ആണ്. ഇവിടെയും 5 seconds ആണ്, ഇവിടെയും 5 seconds ആണ്. റെഗുലർ ടൈം ഇൻ്റർവെല്ലാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ h1 h2 h3 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഗലീലിയോസ് ഓഡ് നമ്പർ പ്രകാരം ഇവിടെ ട്രാവൽ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്നായിരുന്നു കൺസെപ്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും 3x ആയനെ, ഇവിടെ 5x ആയനെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും h1 ആണ്. അപ്പോൾ h1 ആയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 3h1 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഇവിടെ 5h1 ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം h2ൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു? 3h1 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ നമുക്ക് തന്നെ എഴുതാം h2 വിൽ ബി ഈക്വൽ ടു 3h1. ഇതൊരു കണ്ടീഷനാണ്, അവിടെ നിൽക്കട്ടെ. അതുപോലെ h3 ഈക്വൽ ടു 5h1. അതാണ്ട് h3 ഈക്വൽ ടു 5h1. ഓക്കെ, ഇപ്പോൾ h1 തന്നെ ആണല്ലോ. ഓക്കെ, ഇത് മാച്ച് ചെയ്യുന്ന റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഓപ്ഷൻ ബി നോക്കുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കണ്ണ് ആദ്യം അങ്ങോട്ടാണ് പോയത്, പക്ഷേ അത് h2 വിൽ ബി ഈക്വൽ ടു 3h1 ഉണ്ട്. ഓക്കെ, ഫൈൻ, ഒരു കണ്ടീഷൻ നടന്നിട്ടുണ്ട്. അടുത്തത് h3 ഈക്വൽ ടു 3h2 ഉണ്ട്. പക്ഷേ നമുക്കറിയാം h3 ഈക്വൽ ടു 5h1 ആണ്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി അല്ല. അതായത് ഇത് രണ്ടും നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യുക, അല്ല ഒറ്റ കണ്ടീഷൻ നോക്കിയിട്ട് അവിടെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ പണി വാളും. ഓക്കെ, നമുക്കിനി ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അതും ഈ ഒരു കൺസെപ്റ്റ് അറിയാത്തവർ എഴുതാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാര്യം പ്രോപ്പർലി ഒരാൾ ഈ കൺസെപ്റ്റ് അറിയാതെ തിങ്ക് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. അതായത് എല്ലാം ഈക്വൽ ടൈം ഇൻ്റർവെൽ ആകുമ്പോൾ എന്തായാലും ഈക്വൽ ഡിസ്റ്റൻസ് തന്നെ വിചാരിക്കത്തുള്ളൂ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പം അതുമല്ല. കാര്യം h1 2 h2 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊരിക്കലും വരത്തില്ല. h1 2 h2 അല്ല. പിന്നെ ആകെയുള്ള ഓപ്ഷൻ എ ആണ്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. ഇനി അങ്ങനെ വന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം h2 ഈക്വൽ ടു 3h1 ആണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്കത് മാച്ച് ചെയ്യാൻ ചെയ്താൽ പോരെ. അതായത് h1 ടേംസിലാക്കുക. h1 ടേംസ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ 3 കൂടെ പോയി ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ h1 ഈക്വൽ ടു h2/3. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എയുടെ ഒരു സാധനം കിട്ടി. ഇനി രണ്ടാമത്തെ കിട്ടും നോക്കാം. കിട്ടുമല്ലോ. h1 ടേംസിലാക്കിയാൽ പോരെ. h1 ഈക്വൽ ടു ഇതിനെ ആക്കുവാണെങ്കിൽ h3/5. ഓക്കെ, അപ്പോൾ h1 ഈക്വൽ ടു h2/3 ഉണ്ട്, h3/5 ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ.
ഇപ്പോൾ വീഡിയോ എന്തിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒരു ഫോർമുല കൂടെ, അതായത് എന്ത് ഡിസ്റ്റൻസിൽ എന്ത് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുലയുണ്ട്. ഇത് നമ്മൾ കൈനമാറ്റിക്സിലാണ് കൂടുതലും പറയാറുള്ളത്. എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പറയാമെന്ന് വെച്ചു, ഇവിടെ മിസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത് സെക്കൻഡ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുല. അപ്പോൾ ഞാൻ SN, ഡിസ്പ്ലേസ്മെൻറ്റ് S ആയതുകൊണ്ട് തന്നെ SN എന്ന് എഴുതുവാണെങ്കിൽ എൻ്റെ ഫോർമുല എഴുതുന്നത് U + A × n-12 ആണ് ഫോർമുല വരുന്നത്. U ഇനിഷ്യൽ വെലോസിറ്റിയാണ്, A ആക്സിലറേഷനാണ്, N എന്ന് പറയുന്നത് nth സെക്കൻഡ്. ഇപ്പം ഫസ്റ്റ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ N-ന് 1 കൊടുക്കുക. അപ്പോൾ 10th സെക്കൻഡ് ആണെങ്കിൽ 10 കൊടുക്കുക N-ന്. പിന്നെ ബാക്കി Uയും A ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക, അതിനുശേഷം കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചിലപ്പം ഗലീലിയോസ് നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസസ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല, എന്നാലും ഒരു പോസിബിലിറ്റി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.